കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ. കേരളത്തിലെ ഒരു ജനപ്രിയ ഇറച്ചി വിഭവമാണ് ബീഫ് ഫ്രൈ. മറ്റേത് നോൺ വെജ് വിഭവത്തേക്കാൾ ആളുകൾ കൂടുതൽ ബീഫ് രുചികളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് മാംസം ഉപയോഗിച്ചും ഇതുണ്ടാക്കാം. അതിനനുസരിച്ച് പാചക സമയം മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ മതി. എന്തൊക്കെ ചേരുവകളാണ് ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടതെന്ന് നോക്കാം. ബീഫ് 1 കിലോഗ്രാം, വെളിച്ചെണ്ണ 100 ml, തേങ്ങാ കഷ്ണം 1/2 കപ്പ്, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 5, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. മാംസം പാകം ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് വേഗത്തിലാക്കാൻ നിങ്ങൾക്ക് ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കാം. മാംസത്തിൽ ഉപ്പ് ചേർത്ത് ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ പ്രഷർ കുക്കറിൽ വേവിക്കുക. ഇവിടെ ഞാനൊരു ഇന്ത്യൻ സ്റ്റൈൽ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ കുക്കർ ഉണ്ടെങ്കിൽ ഏകദേശം 8 മിനിറ്റിനുള്ളിൽ മാംസം പാകം ചെയ്യാവുന്നതാണ്. അടുത്ത ഘട്ടം ഒരു പാനിൽ എണ്ണ ചൂടാക്കി അരിഞ്ഞ തേങ്ങാ കഷ്ണങ്ങൾ വറുത്തെടുക്കുക എന്നതാണ്. ഇപ്പോൾ തേങ്ങാ കഷ്ണങ്ങൾ നന്നായി വറുത്തതായി നിങ്ങൾക്ക് കാണാം. ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് എല്ലാ മസാലകളും ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മസാലകൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച മാംസം ചേർക്കുക. ബീഫിൽ നിന്ന് വന്ന വെള്ളം വറ്റിച്ചു കളയാൻ ലിഡ് തുറന്നു വെച്ച് ഉയർന്ന തീയിൽ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ബീഫിൽ അധികം വെള്ളം അവശേഷിക്കുന്നില്ല. ബീഫ് ശരിക്കും ഫ്രൈ ആയി വരുന്നു. ഇനി കറിവേപ്പില ചേർത്ത് ചെറുതീയിൽ നന്നായി ഫ്രൈ ചെയ്യുക. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി നന്നായി ഇളക്കുക. ബീഫ് ഫ്രൈ തയ്യാറായി. ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. മൈ നെയിം ഈസ് സെബാസ്റ്റ്യൻ ആൻഡ് യു ആർ വാച്ചിങ് 360 TV.